അപ്പോഴേക്കും കാലം വളരെയധികം മുന്നോട്ടു പോയി കഴിഞ്ഞിരുന്നു. 70കളിൽ അംഗീകൃത കുടിയേറ്റം സാധ്യമായപ്പോഴേക്കും കുറേയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതിജീവിച്ചവർ അധിക ഭൗമസമ്പത്തിൻ്റെ അധിപന്മാരായി. പാല, മീനച്ചിൽ പ്രദേശങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് പോലും കുടിയേറ്റ കർഷകരുടെ പ്രവാഹമുണ്ടായി. കാടുകൾ കയ്യേറി എല്ലുമുറിയെ പണി ചെയ്തു. ഏലവും കുരുമുളകും ധാരാളം കൃഷി ചെയ്തു. ആദ്യമൊക്കെ ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ തടസ്സമുണ്ടാക്കിയെങ്കിലും അനിഷേധ്യമായ ചങ്കൂറ്റത്താൽ കൂടുതൽ ശക്തി പ്രാപിച്ച് അവർ കൃഷി തുടർന്നു. ഏറുമാടങ്ങൾ സാവധാനം ഉപേക്ഷിച്ച് ഭൂമിയിൽ വീടുകൾ പണിതു. ഏലവും കുരുമുളകും അക്കാലങ്ങളിൽ ഏറ്റവും മികച്ച കായ്ഫലം തന്നു. ഹൈറേഞ്ച് കറുത്ത മുത്തിൻ്റെയും കൈനിറയെ പണത്തിൻ്റെയും നാടായി മാറി. അതുവഴി സർക്കാരും സമ്പന്നമായി. എന്നാൽ ആ വസന്തകാലം ക്ഷണികമായിരുന്നു. സസ്യരോഗങ്ങളും പ്രകൃതിനാശങ്ങളും ഇവിടുത്തെ കർഷകന്റെ പേക്കിനാവുകളായി മാറി. കാലം അനീതി കാണിച്ചു തുടങ്ങിയപ്പോൾ കർഷകൻ പകച്ചുനിന്നു. വിളവ് കുറഞ്ഞു. ഉള്ള വിളയ്ക്ക് തീരെ വിലയില്ലാതായി. ഹൈറേഞ്ചിലെ ചെറുപട്ടണങ്ങളിൽ ആളനക്കം കുറഞ്ഞു. കുരുമുളകിലും ഏലത്തിലും നിന്ന് ഒന്നും കിട്ടില്ലെന്ന് വന്നപ്പോൾ മറ്റൊരു സ്രോതസ്സിനായുള്ള തീവ്രമായ അന്വേഷണം തുടങ്ങി. അനിവാര്യമായിരുന്നു അന്വേഷണം. കാമാക്ഷിപുരം പഞ്ചായത്തിലെ തേയില കൃഷിയുടെ തുടക്കം അതായിരുന്നു. കൊടും വനങ്ങളിലൂടെ സായിപ്പന്മാർക്ക് മൂന്നാറിലേക്ക് വഴി കാണിച്ചു കൊടുത്ത കണ്ണന്റെയും തേവന്റെയും ഒരു കഥ പഴമക്കാർ ഇപ്പോഴും പറയാറുണ്ട്. ആ വഴി വന്ന വിദേശീയർക്ക് ഇവിടത്തെ പ്രകൃതി നന്നെ ബോധിച്ചു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും അവർ തേയില നട്ടുപിടിപ്പിച്ചു. വലിയ തോട്ടങ്ങളും ഫാക്ടറികളും ഉണ്ടാക്കി. ഇനി ആർക്കും വഴി കാണിച്ചു കൊടുക്കാതിരിക്കുവാനായി കണ്ണനെയും തേവനെയും അവർ കൊന്നുകളഞ്ഞുവെന്നത് കഥയുടെ ക്ലൈമാക്സ്. പക്ഷേ ഒരു വിദേശ ശക്തികൾക്കും തങ്കമണിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. തനതായ വ്യക്തിത്വം പേറി ആർക്കും പിടികൊടുക്കാതെ തങ്കമണി ഒരു കന്യകയെപ്പോലെ മാറി നിന്നു. ചായത്തോട്ടത്തിന് ഉചിതമായ കാലാവസ്ഥ തിരിച്ചറിഞ്ഞ തദ്ദേശീയർ നഷ്ടത്തിലായ ഏലവും കുരുമുളകും ഉപേക്ഷിച്ച് തേയില നട്ടുപിടിപ്പിച്ചു. കാമാക്ഷിപുരം മാത്രമല്ല, തോപ്രാംകുടി, വാത്തുക്കുടി പഞ്ചായത്തുകളിലേക്ക് പോലും കൃഷി വ്യാപിച്ചു. തേയില വളർന്നപ്പോൾ ആദ്യമൊക്കെ മികച്ച വില കൊടുത്ത് കൊളുന്തെടുക്കുവാൻ കുത്തക കമ്പനിക്കാരും ഇടനിലക്കാരുമെത്തി. എന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. നൈമിഷികമായ സന്തോഷത്തിനപ്പുറം വേദന തലപൊക്കി തുടങ്ങി. തേയിലയുടെ വില കുറഞ്ഞു. 12.5 രൂപയിൽ നിന്ന് 1 കിലോ കൊളുന്തിൻ്റെ വില 2 രൂപയിലേക്ക് വരെ താണു. 1 കിലോ കൊളുന്ത് പറിച്ചെടുക്കുന്നതിൻ്റെ കൂലി 2 രൂപയാണ് എന്നത് വിരോധാഭാസമായി തോന്നാം. തകർന്നടിയുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു താങ്ങുതടിയുടെ ആവശ്യം ശക്തമായി. അങ്ങനെ കോതമംഗലം രൂപതയുടെ തണലിൽ ഇവിടത്തെ കർഷകർ ഒത്തുചേർന്ന് ഹൈറേഞ്ച് വെൽഫെയർ സർവീസ് എന്ന സാമൂഹ്യ സംഘടനയ്ക്ക് രൂപം നൽകി. ഏതു തളർച്ചയിലും തകരാത്ത, കയറ്റിറക്കങ്ങളിൽ കിതയ്ക്കാത്ത മലനാടൻ മക്കളുടെ കരുത്തിൻ്റെ പ്രതിരൂപമായിരുന്നു ഈ കൂട്ടായ്മ. കാൽവരി മൗണ്ടിൽ ഒരു ടീ ഫാക്ടറി തുടങ്ങാനായിരുന്നു തീരുമാനം. സാഹസികമായ ആ ദൗത്യത്തിന് ഫാദർ മാത്യു കോണിക്കൽ ധൈര്യം പകർന്നു. പ്രകൃതിക്ഷോഭത്തിനും വിലത്തകർച്ചയ്ക്കും ബലിയാടായി മാറിയ ഹൈറേഞ്ച് മേഖലയെ സംരക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അധിക ലാഭം കൊടുക്കാനായില്ലെങ്കിലും ന്യായമായ വില കർഷകനിലെത്തിക്കുവാൻ ഹൈലാൻഡ് ടീ ഫാക്ടറി സ്ഥാപിക്കുക വഴി സാധിച്ചുവെന്ന് ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ ജോസഫ് സാക്ഷ്യപ്പെടുത്തുന്നു. ഫാക്ടറികൾ തുച്ഛമായ വില കൊടുത്ത് തേയില വാങ്ങാൻ തുടങ്ങി.
1 കിലോ കൊളുന്തിന് 3 രൂപയൊക്കെയാണ് ഫാക്ടറികൾ വില കൊടുക്കുക. അങ്ങനെ വരുന്ന വില കൊണ്ട് ഒരിക്കലും ഒരു കർഷകന് അത് മുതലായ ഒരു കൃഷിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്നു. അങ്ങനെ ഒന്നൊരു സാഹചര്യത്തിലാണ് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ന്യായമായ വില കർഷകന് കിട്ടുന്ന രീതിയിൽ കൊളുന്തെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിച്ചത്. അങ്ങനെയാണ് തേയില കൃഷി തുടങ്ങി ഈ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് കാരണമായത്. ഇപ്പോൾ നമ്മൾ കർഷകന് അവിടെ പോയി എടുക്കുമ്പോൾ നമ്മൾ കൊളുന്തിന് 5.5 രൂപ നമ്മൾ വില കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഫാക്ടറിയെ സംബന്ധിച്ച് 6 രൂപയാണ്. കാരണം നമ്മൾ ഈ കൊളുന്ത് അവിടെ പോയി ശേഖരിച്ച് അത് ശേഖരിക്കുന്ന ഏജൻസികൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫാക്ടറിയെ സംബന്ധിച്ച് 6 രൂപ നമുക്ക് 1 കിലോ കൊളുന്ത് ഫാക്ടറിയിൽ വരുമ്പോൾ 6 രൂപ നമ്മൾ മുടക്കുന്നുണ്ട്. അതിൽ താഴാത്ത അതിലൊരിക്കലും ഒരു കാരണവശാൽ അതിൽ വില താഴില്ല, അതിൽ താന്നൊരു വില കർഷകന് കൊടുക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് നമ്മൾ പോവുക. വില കുറയുമ്പോൾ നമ്മളൊരു പരിധിയിൽ കുറഞ്ഞ് നമ്മൾ വില കുറയ്ക്കാറില്ല. മറ്റ് ഫാക്ടറികൾ വില കുറയ്ക്കുന്നതനുസരിച്ച് നമ്മൾ വില കുറയ്ക്കാറില്ല. നമ്മൾ കർഷകന് മുതലാകുന്ന തരത്തിലുള്ളൊരു വില നമ്മൾ കർഷകർക്ക് കൊടുക്കാറുണ്ട്.